നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷ അല്പസമയത്തിനകം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കും. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കുള്ള ശിക്ഷയാണ് വിധിക്കുക. കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് 6 പ്രതികൾക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം, ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള, സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള, സംഘം ചേർന്ന ആക്രമണം അടക്കമുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുകയും ചെയ്യുന്നത്. ഈ കേസിൽ ദിലീപ് ഉൾപ്പെടെ 4 പേരെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടിരുന്നു. തെളിവുകളുടെ അഭാവത്തിലാണ്. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഏതായാലും ഇന്ന് വിധിപ്പകർപ്പ് വരുമ്പോൾ എന്തുകൊണ്ട് ദിലീപ് ഉൾപ്പെടെയുള്ളവരെ കുറ്റമുക്തരാക്കി വെറുതെ വിട്ടു എന്നുള്ളതടക്കം തെളിവുകളുടെ അഭാവമാണോ, കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ആയിരിക്കും ഒരുപക്ഷേ പ്രോസിക്യൂഷനെതിരെയും ചില വിലയിരുത്തലുകളും പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തുണ്ടാകാനും സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ, ഈ കേസുമായി ബന്ധപ്പെട്ടല്ല, കോടതിയുടെ നടപടികൾ ആരംഭിച്ചു. ഈ കേസ്, നിലവിലുള്ള 2 കേസുകൾ പരിഗണിച്ച ശേഷം ഈ കേസ് പരിഗണിക്കുമെന്നാണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നപ്പോൾ. സാലി മുഹമ്മദ് ചേരുന്നുണ്ട് കോടതിക്ക് മുൻപിൽ നിന്ന്. സാലി, ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ കേസിൽ പ്രതികൾക്കുള്ള, പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കും. പരമാവധി ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ തന്നെ ഈ ശിക്ഷ കഴിഞ്ഞ ദിവസം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ അതിലേറെക്കുറെ തീരുമാനമായിരുന്നു. ഈ പ്രതികൾക്കെതിരെ ചുമത്തപ്പെട്ടുള്ള എല്ലാ കുറ്റങ്ങളും തെളിയിക്കാൻ കഴിഞ്ഞു എന്നാണ് കോടതി വ്യക്തമാക്കിയത്. അക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ വിജയിക്കുകയും ചെയ്തു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ എന്തുകൊണ്ട് ദിലീപ് ഉൾപ്പെടെയുള്ള 4 പേരെ വെറുതെ വിട്ടു എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. സ്വാഭാവികമായി അന്ന് തന്നെ വിധിപ്പകർപ്പ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ കേസിൻ്റെ നമുക്കറിയാം എത്ര 478 ദിവസം നീണ്ട വിചാരണ അടക്കമാണ് നടന്നത്. നിരവധി സാക്ഷികൾ അടക്കം വിസ്തരിക്കേണ്ടതായി വന്നു. തൊണ്ടിമുതലുകളടക്കം, ഇലക്ട്രോണിക് തെളിവുകളടക്കം, ഇതെല്ലാം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശിക്ഷാവിധി എന്ന് പറയുന്നത്. അതിന് വിധി പകർപ്പ് വരിക എന്നുള്ളതിലാണ് കൃത്യമായി എന്താണ്, എങ്ങനെ ദിലീപ് അടക്കമുള്ളവരുടെ ശിക്ഷ ഒഴിവായി എന്നുള്ള കാര്യങ്ങൾ വ്യക്തത വരാൻ സാധ്യതയുള്ളൂ. ഏതായാലും ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതികൾക്കുള്ള ശിക്ഷയേക്കാൾ കേരളം കാത്തിരിക്കുന്നത് എങ്ങനെ ദിലീപ് കുറ്റവിമുക്തനായി, ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികൾക്ക് മേലുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെടാതെ പോയതെങ്ങനെ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അതിനുള്ള മറുപടി, ആ മറുപടി കൂടി ഒരു പക്ഷേ ഇന്നത്തെ വിധി പ്രസ്താവത്തിലൂടെ ഉണ്ടാകുകയും ചെയ്യും. സാരി, തീർച്ചയായും ആ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് പ്രധാനമായും കേരളം കാത്തിരിക്കുന്നത്. ഒന്ന്, ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു, കുറ്റകൃത്യം നടത്തി എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട ആദ്യ 6 പ്രതികളുടെ ശിക്ഷ അതെന്താണ്? അതിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർക്ക് ജീവിതാവസാനം വരെ തടവിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എന്താണ് ശിക്ഷ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ വിധിപ്പകർപ്പ് വരുമ്പോൾ പുറത്തു വരേണ്ട ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമുണ്ട്. അത് എന്തുകൊണ്ട് ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ കോടതി കുറ്റമുക്തരാക്കി? കോടതിക്ക് മുമ്പിൽ ഈ 4 പ്രതികൾ ഗൂഢാലോചന നടത്തി എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ. അത് എങ്ങനെയാണ് കോടതി, എന്തടിസ്ഥാനത്തിലാണ് അതൊരു നിഗമനത്തിലേക്ക് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി എത്തിയത് എന്നുള്ളതാണ് അറിയേണ്ടത്. അത് വിധിന്യായത്തിൽ സ്വാഭാവികമായും എഴുതി ചേർക്കും. ആ വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ അറിയുകയും ചെയ്യാം. ഇത് അറിയുക എന്നതിനപ്പുറം മറ്റ് ചില പ്രോസസ്സ് കൂടി തുടർന്ന് നടത്തേണ്ടതുണ്ട് സർക്കാരിനും പ്രോസിക്യൂഷനും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അപ്പീലാണ്. അപ്പോൾ അപ്പീൽ പോകുമ്പോൾ എന്ത് കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റവിമുക്തരാക്കപ്പെട്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് 2 സാധ്യതകൾ അവിടെയുമുണ്ട്. ഒന്ന്, ദിലീപ് കുറ്റം ചെയ്തിട്ടേയില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ കോടതിക്ക് പറയാം. അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം, ഇവരുടെ മേൽ ആരോപിച്ച കുറ്റകൃത്യം, ദിലീപ് ഉൾപ്പെടെയുള്ള ഗൂഢാലോചനക്കാരായ 4 പേർക്കെതിരെ ആരോപിച്ച കുറ്റകൃത്യം, ആ കുറ്റകൃത്യം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ മതിയായ തെളിവുകൾ ഹാജരാക്കാതെ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കുന്നു. അത് രണ്ടാണ്. ഈ പ്രതികൾ കുറ്റകൃത്യം ചെയ്തതേയില്ല എന്ന് കോടതി കണ്ടെത്തുന്നതും പ്രതികൾക്കെതിരായ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ തെളിവുകളുടെ അഭാവമുണ്ട് എന്ന് കോടതി പറയുന്നതും ഡെപ്തിൽ വ്യത്യാസമുണ്ട്. അത് അപ്പീലടക്കമുള്ള കാര്യങ്ങളിൽ അപ്പലറ്റ് കോടതി, ഹൈക്കോടതി അത് പരിഗണിക്കുമ്പോൾ പരിഗണനയ്ക്ക് വരുന്ന പ്രധാന ഘടകങ്ങളിലൊന്നായി മാറുകയും ചെയ്യും. അതുകൊണ്ട് കൂടിയാണ് നിയമവിദഗ്ധർ മുതൽ സാധാരണ ജനങ്ങൾ വരെ, പ്രോസിക്യൂഷൻ മുതൽ സർക്കാർ സംവിധാനങ്ങൾ വരെ, ഇതെല്ലാം എന്താണ് കോടതി ഈ ജഡ്ജ്മെൻറ്റിൽ എഴുതി വച്ചിരിക്കുന്നത് എന്നറിയാൻ കാത്തിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഒപ്പം നമുക്കറിയുന്നത് പോലെ സമാന്തരമായ മറ്റ് ചില പരാതികളും കേസുകളും ഒക്കെ ദിലീപ് ഉൾപ്പെടെയുള്ള ഇപ്പോൾ കുറ്റമുക്തരാക്കപ്പെട്ടവർക്കെതിരെയും ഉണ്ട്. അത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ വധശ്രമ കേസ്. മറ്റൊന്ന്, ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത് സംബന്ധിച്ച് കോടതി മുറിയിൽ നിന്ന് തന്നെ ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നു എന്ന ആക്ഷേപം സംബന്ധിച്ച് അത് പല ഘട്ടങ്ങളിലായി പല കേസുകൾ, പല കോടതികൾ
പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകളാണ്. അതിന്മേലൊക്കെ വിധി വരാനുമുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളുമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ശിക്ഷ എന്താണ്, മറ്റൊന്ന് ദിലീപ് ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കപ്പെട്ട 4 പേരുടെ എന്ത് സാഹചര്യത്തിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടു എന്ന് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അത് അറിവിന് വേണ്ടിയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തുടർ നിയമ നടപടികൾക്കായി കോടതി എന്ത് വിലയിരുത്തി എന്നും അറിയേണ്ടതുണ്ട്. ആ 2 സാഹചര്യങ്ങളിൽ ഇന്നത്തെ വിധി പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. കോടതി നടപടി 11 മണിക്ക് ആരംഭിച്ചു. പക്ഷേ മറ്റ് ചില കേസുകൾ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് സെഷൻസ് ജഡ്ജി അണിയം വർഗീസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലേക്ക് പോയിരിക്കുകയാണ്. അത് വിശദമായി വാദം കേൾക്കേണ്ട കേസുകളല്ല, കേട്ട് മാറ്റിവെക്കേണ്ട, തീയതി മാറ്റേണ്ട കേസുകൾ മാത്രമേ ഉണ്ടാവൂ. അതെല്ലാം കേട്ട് തീയതി മാറ്റിവെച്ചതിന് ശേഷം മറ്റൊരു തീയതിയിലേക്ക് ആ കേസുകൾ പോസ്റ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ കേസിലേക്ക് വരാം എന്നാണ് കോടതിയിൽ ജഡ്ജി പറഞ്ഞത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് പരിഗണിക്കുമ്പോഴുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഈ കേസ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ആ വിധി പ്രസ്താവം വരുന്നത് 10 മിനിറ്റിൽ താഴെ മാത്രമാണ്. കേസ് പരിഗണിക്കുന്നു, പ്രതികളോട് കോടതി പ്രതിക്കൂട്ടിലേക്ക് കയറി നിൽക്കാൻ പറയുന്നു, കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ പറയുന്നു, അതിന് കുറ്റക്കാരാണെന്ന് വിധിക്കുന്നു, അതിനുശേഷം കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയവരെ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇന്നിവിടെ നടക്കാൻ സാധ്യതയുള്ളത് പ്രതികൾ പ്രതിക്കൂട്ടിലേക്ക് കയറുന്നു, ഓരോ കേസിനും ഓരോ കുറ്റത്തിനുമുള്ള ശിക്ഷ വായിച്ചു കേൾപ്പിക്കുന്നു, അതിനുശേഷം പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കുന്നു. അങ്ങനെയാണല്ലോ സാധാരണ നടപടിക്രമം. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ സമയം ഇതുമായി ബന്ധപ്പെട്ട് ഈ 6 പ്രതികൾക്കും 10ഓളം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടല്ലോ. ആ ഒരു സമയക്രമം, കോടതിയുടെ നടപടിക്രമം കൂടി വിശദീകരിച്ചാൽ നന്നായിരിക്കും. അതായത് 11 മണിക്ക് സാധാരണ നിലയിൽ കോടതി ആരംഭിച്ച ഈ കേസ് എടുക്കേണ്ടതാണ്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില കേസുകൾ ഉള്ളതുകൊണ്ട് 11 മണി എന്നുള്ളത് ഒരല്പം സമയം കൂടി വൈകും. ഈ കേസിലേക്ക് പോയാലുടൻ ആദ്യം തന്നെ കോടതി ഈ 6 പ്രതികളോടും സ്വാഭാവികമായും ഈ പ്രതികൾക്കുള്ള കൂട്ടിൽ കയറി നിൽക്കാൻ ആവശ്യപ്പെടും. അതിനുശേഷം A1 to A6 പൾസർ സുനി മുതൽ 6ാം പ്രതി വരെയുള്ളവരുടെ ഓരോരുത്തരുടെയും പേര് വായിച്ച് ഓരോരുത്തരോടും കോടതി നിങ്ങൾ എന്ത് കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ് എന്ന് വിശദമായി പറഞ്ഞു കേൾപ്പിക്കും. അത് അവരെ ബോധ്യപ്പെടുത്തും. അത് CRPC ക്രിമിനൽ നടപടിച്ചട്ടങ്ങളുടെ ഭാഗമായ നടപടിക്രമമാണത്. അത് പാലിച്ചേ പറ്റൂ കോടതി മുറിക്കുള്ളിൽ. അതിനുശേഷം അവർക്ക് ലഭിക്കാവുന്ന ശിക്ഷയുടെ വ്യത്യസ്തമായ അളവുകളുണ്ട്. അതെല്ലാം പറഞ്ഞു കേൾപ്പിക്കും. ഇങ്ങനെ മുതൽ ഇങ്ങനെ വരെ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കാം, അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ നിലപാട് എന്താണ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കും. ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ള അവസരമുള്ളൂ. വാദത്തിന് പ്രതികൾക്ക് അവകാശമില്ല. പ്രതികൾക്ക് അവരുടെ സാമൂഹ്യ സാഹചര്യം, വ്യക്തിപരമായ സാഹചര്യം, കുടുംബ പശ്ചാത്തലം, അവരുടെ പ്രാരാബ്ദങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രായം, അതടക്കം ഉൾപ്പെടെ കോടതിയുടെ മനസ്സലിയിപ്പിക്കുന്ന ചില വാദങ്ങളിലേക്ക്, ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താമെന്നതിനപ്പുറം മറ്റെന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള വാദങ്ങളിലേക്കൊന്നും പോകാൻ ഒരു തരത്തിലും പ്രതികൾക്ക് അവകാശമില്ല. ചുരുങ്ങിയ വാക്കുകളിൽ പ്രതികൾക്ക് കാര്യം പറയാം. എന്തുകൊണ്ട് കുറഞ്ഞ ശിക്ഷ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ, ഈ വകുപ്പിന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഞങ്ങൾക്ക് എന്തുകൊണ്ട് തരണം എന്ന് സ്വാഭാവികമായി അവർ ആവശ്യപ്പെടും. തുടർന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തിലേക്ക് പോവുക. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജകുമാർ കോടതി മുറിയിൽ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മൾ അഡ്വക്കേറ്റ് അജകുമാർ മുമ്പ് പറഞ്ഞത്, ഈ വകുപ്പുകൾ പ്രകാരം പ്രതികൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ A1 to A6 നൽകണം, 1ാം പ്രതി മുതൽ 6ാം പ്രതി വരെ നൽകണം എന്ന വാദമായിരിക്കും സർക്കാർ പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വയ്ക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ 1ാം പ്രതി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൂട്ടബലാത്സംഗമുണ്ട്. അതിലേറ്റവും ഗുരുതരമായ വകുപ്പ് അതാണ്. ഒരു സ്ത്രീയെ തടഞ്ഞു നിർത്തി ബലപ്രയോഗത്തിലൂടെ കൂട്ടബലാത്സംഗം ചെയ്യുന്ന വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ജീവിതാവസാനം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജീവപര്യന്തം എന്നത് വർഷം നിഷ്കർഷിച്ചിട്ടില്ലെങ്കിൽ പോലും സാധാരണ നിലയിൽ 10-15 വർഷം കഴിയുമ്പോൾ അവർ പറഞ്ഞു വിടുകയാണ് ചെയ്യുക. പക്ഷേ അത് അങ്ങനെയല്ല. ജീവിതാവസാനം വരെ നിങ്ങൾ തടവ് ശിക്ഷ അനുഭവിക്കണം എന്ന് കോടതി ജഡ്ജ്മെൻറ്റിൽ പ്രത്യേകം പറയുകയും അത് നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യാം. അതുൾപ്പെടെയുള്ള ശിക്ഷകൾ ഈ പൾസർ സുനിക്കെങ്കിലും വേണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. മറ്റു പ്രതികൾ ഇതിൽ കൃത്യത്തിൽ പങ്കെടുക്കുകയും ഗൂഢാലോചനയുടെ ഭാഗമാകുകയും ചെയ്തവരാണ്. പക്ഷേ ഇതിന് നേതൃത്വം നൽകിയതും ഈ കുറ്റകൃത്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടും ഉദ്ദേശത്തോടും കൂടി മറ്റു പ്രതികളെ ഒപ്പം ചേർക്കുകയും ആ കുറ്റകൃത്യം നടപ്പാക്കുന്നതിനാവശ്യമായ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ശേഖരിക്കുകയും ചെയ്തയാൾ പൾസർ സുനിയാണ്. അതുകൊണ്ടാണ് പൾസർ സുനിക്ക് ഏറ്റവും പരമാവധി ശിക്ഷ എന്ന വാദത്തിലേക്ക് പ്രോസിക്യൂഷൻ കടക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ഈ കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ളവ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ 20 വർഷമോ ജീവപര്യന്തമോ ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തമോ
കുറ്റമായി ശിക്ഷയെ അവർക്ക് ലഭിക്കാവുന്നതാണ്. അത് വേണം എന്ന് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുക. അതിൽ കോടതി എന്തു പറയുന്നു, എന്താണ് കോടതിയുടെ നിലപാട് എന്നതൊക്കെ അതിനുശേഷമാണ് ഈ ശരി സാലി. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാകും അല്ലെങ്കിൽ 12 മണിക്ക് ശേഷമാകും ഈ കേസ് പരിഗണിക്കുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടാകും. ഒപ്പം തന്നെ ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ടത് എന്ത് കാരണത്താൽ എന്നുള്ള വ്യക്തമായ വിവരങ്ങളും വിധി പ്രസ്താവത്തിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാൻ കഴിയും. കാത്തിരിക്കുകയാണ്